തലപ്പത്ത് കൂട്ടത്തല്ല്. പി വിജയൻ എം.ആർ. അജിത് കുമാറിനെതിരെ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് പൊല്ലാപ്പ്. സുപ്രഭാതം CPM-നെതിരെ. വരും ദിവസങ്ങളിൽ CPM-ന് കൂടുതൽ ചോദ്യങ്ങൾ. കൂട്ടരാജി, കൂട്ടയടി, പുറത്താക്കൽ. ഇതിനിടയിൽ ഇനി എന്ത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. CPM വീഴുകയാണ്. എല്ലാം കൈവിട്ട സഖാക്കൾ ഇനി എങ്ങോട്ട്? പോലീസ് തലപ്പത്ത് വീണ്ടും പോര്. എം.ആർ. അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട പി വിജയൻ. ADGP എം.ആർ. അജിത് കുമാറിനെതിരെ അതിശക്തമായി നടപടി ആവശ്യപ്പെട്ട പി വിജയൻ വ്യക്തമായി രംഗത്ത് വന്നതോടെ പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന് വൻ ചോദ്യങ്ങൾ. പോലീസ് തലപ്പത്ത് വീണ്ടും പോര് മുറുകുകയാണ്. ADGP എം.ആർ. അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പി വിജയൻ രംഗത്തെത്തിയതിന് പിന്നാലെ ഇനി എന്തൊക്കെയെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. PV അൻവർ ആരോപിച്ച ഗുരുതരമായ കാര്യങ്ങൾ ഇപ്പോൾ പി വിജയനും രംഗത്ത് വന്നിരിക്കുന്നു. പി ശശിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും എം.ആർ. അജിത് കുമാറിനുമെതിരെ നേരത്തെ PV അൻവർ വൻ വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഇപ്പോൾ പി വിജയനും രംഗത്ത് വന്നിരിക്കുകയാണ്. IG ആയിരുന്നപ്പോൾ പി വിജയൻ സസ്പെൻഷനിലേക്ക് പോകാൻ കാരണം ക്രമസമാധാന ചുമതലയുണ്ടായിരുന്നപ്പോൾ എം.ആർ. അജിത് കുമാർ നൽകിയ റിപ്പോർട്ടാണ്. കോഴിക്കോട് ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിയെ മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന യാത്രാ വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പി വിജയൻ നടപടി നേരിട്ടത്. ആ നടപടിക്ക് പിന്നാലെ അതേക്കുറിച്ച് അന്വേഷിച്ച് അച്ചടക്ക നടപടിയുടെ ഭാഗമായി അന്വേഷണം നടത്തിയെങ്കിലും എം.ആർ. അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് പി വിജയനെ സർവീസിലേക്ക് തിരിച്ചെടുത്തത്. പിന്നീട് അദ്ദേഹത്തിന് ഇന്റലിജൻസ് ADGP ആയി പ്രൊമോഷൻ നൽകി. ഇതിനുശേഷമാണ് ഗുരുതരമായ മറ്റൊരു ആരോപണവുമായി എം.ആർ. അജിത് കുമാർ രംഗത്ത് വരുന്നത്. DGPക്ക് എം.ആർ. അജിത് കുമാർ അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴി നൽകിയിരുന്നു. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. ആഭ്യന്തര വകുപ്പിന് നേരെ ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് PV അൻവർ നേരത്തെ രംഗത്ത് വന്നതിന് പിന്നാലെ CPM-ന്റെ പല സമ്മേളന വേദികളിലും ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM സംസ്ഥാന സെക്രട്ടറി വിമർശിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നതും മാത്രമല്ല CPI പല വിഷയങ്ങളിലും CPM-നെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതും ഒക്കെ ചർച്ചയായിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ അടുത്ത ചോദ്യങ്ങൾ. സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി തനിക്ക് ബന്ധമെന്ന അജിത് കുമാറിന്റെ മൊഴി വ്യാജമെന്ന് പരാതി നൽകി പി വിജയൻ രംഗത്തിറങ്ങിയതോടെ പോലീസ് തലപ്പത്ത് കൂട്ടയടി ഉറപ്പായിരിക്കുകയാണ്. മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM-നെയും ഗോവിന്ദനെയും വിമർശിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നിരിക്കുന്ന സമയത്ത് സർക്കാരിന് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ഉയർന്നു വരുമെന്നും വ്യക്തം. വിജയരാഘവന്മാരെ തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് CPM-നെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം. വിജയരാഘവന്മാരെ തിരുത്താൻ പാർട്ടി തയ്യാറായില്ലെങ്കിൽ ചവിട്ടി നിൽക്കുന്ന മണ്ണ് സംഘപരിവാർ കൂടാരത്തിലേക്ക് ഒലിച്ചു പോകുമെന്നും സമസ്ത മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട് നിന്നും വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയാണെന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവന്റെ പ്രസ്താവനയിൽ CPM-നെതിരെ രൂക്ഷ വിമർശനവുമായി AK വിഭാഗം സമസ്ത മുഖപത്രമായ സുപ്രഭാതം. ഇസ്ലാമോഫോബിയ വളർത്തുന്ന CPM നേതാക്കളുടെ പ്രസ്താവന BJPക്ക് ഗുണം ചെയ്യും. വിജയരാഘവന്മാരെ തിരുത്താൻ പാർട്ടി തയ്യാറാകണം, അല്ലെങ്കിൽ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുമെന്നും സമസ്ത മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. CPM നേതാക്കളും ഹിന്ദുത്വ അനുകൂല നിലപാട് സ്വീകരിക്കുകയാണ്. പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനാണ് മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്നത്. മുസ്ലിം വിരുദ്ധതയുടെയും വെറുപ്പിന്റെയും ബഹിർസ്ഫുരണമാണ് വിജയരാഘവനിലൂടെ പുറത്തു വന്നത്. പിണറായിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞതെന്നും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു. വിജയരാഘവന്റെ പ്രസ്താവന ക്രൂരമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും നേരത്തെ ആരോപിച്ചിരുന്നു. ഭൂരിപക്ഷ വർഗീയത പരത്തുന്നത് CPM-ന്റെ അടിത്തറ ഇളക്കുമെന്നും CPM വർഗീയതയെ താലോലിക്കുന്നത് ശരിയല്ലെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തിയിരുന്നു. അതേസമയം വയനാട് പരാമർശത്തിൽ വിമർശനം കടുക്കുമ്പോഴും നിലപാട് ആവർത്തിക്കുകയാണ് A വിജയരാഘവൻ. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വയനാട്ടിൽ വിജയിച്ചത് കോൺഗ്രസും ലീഗും ജമാഅത്തെ ഇസ്ലാമിയും SDPയും ഉൾപ്പെടുന്ന ചേരിയുടെ പിന്തുണയിലാണെന്ന് വിജയരാഘവൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു.